ഹലോ, അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാവർക്കും അറിയാം നമ്മുടെ ഫാമിലിയിലുണ്ടായൊരു ഇൻസിഡൻറ്റിനെ പറ്റിയിട്ട്. അപ്പോൾ ഇപ്പം ഇന്നേക്ക് ഒരു മാസമായി ആ ഒരു സംഭവം നടന്നിട്ട്. അപ്പം അന്ന് ഞാൻ ഇത് റിലേറ്റഡായിട്ടൊരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അമ്മേനെ ഡിസ്ചാർജ് ചെയ്തു, വീട്ടിലോട്ട് കൊണ്ടുവന്നു. ഇപ്പോൾ ഞങ്ങളുടെ കൂടെയാണ് അമ്മ നിൽക്കുന്നത്. അപ്പോൾ കുറേ പേരുടെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അമ്മ എവിടെയാണ് നിൽക്കുന്നത്, ഇനിയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്, അമ്മയുടെ ഹെൽത്ത് കണ്ടീഷനൊക്കെ ചോദിച്ചിട്ട് കുറേ പേര് ആ വീഡിയോയുടെ അടിയിലും കുറേ കമൻസും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടു. അപ്പോൾ എനിക്കും കുറച്ച് കാര്യങ്ങളും കൂടെ പറയാനുണ്ട്. അപ്പം ഞാനും വിചാരിച്ചു ഇത്ര നാളും അതിനുള്ള സാഹചര്യവും സമയവും കിട്ടിയില്ല. അതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനൊരു വീഡിയോ ആയിട്ട് വരുന്നത്. അമ്മ ഇപ്പം കുഴപ്പമില്ല, ഓക്കെയാണ്. പക്ഷെ അമ്മയ്ക്ക് എഴുന്നേറ്റിരിക്കാനോ യാതൊരുവിധ കാര്യങ്ങൾ ചെയ്യാനൊന്നും പറ്റില്ല. കിടന്ന കിടപ്പ് തന്നെയാണ്. അത് നമുക്കിനി ഒരു 3 വീക്സ് കഴിഞ്ഞിട്ടൊരു ചെക്കപ്പും കൂടി ഉണ്ട്. അതിന് കൊണ്ടുപോയതിന് ശേഷമാണ് അമ്മേനെ എപ്പോൾ തൊട്ട് എണീറ്റിരുത്താം, അമ്മയ്ക്ക് എപ്പോൾ തൊട്ട് നടക്കാൻ പറ്റും, ഇരിക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇപ്പം എല്ലാം കിടന്ന കിടപ്പിൽ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. നോക്കാൻ ഒരാൾ നമുക്ക് വേണം. അമ്മയുടെ എല്ലാ കാര്യങ്ങളും അമ്മ എല്ലാത്തിനും വിളിക്കുകയാണ്, സംസാരിക്കും, കാലൊക്കെ അനക്കും, അതൊന്നും പ്രശ്നമില്ല. പക്ഷെ അമ്മയ്ക്ക് എണീറ്റിരിക്കാനോ നടക്കാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയാണ്. ഇപ്പം മെഡിസിനൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അമ്മയുടെ ഹെൽത്ത് കണ്ടീഷൻ ഇങ്ങനെയാണ്. പിന്നെ മാനസികമായും ആ ഒരു ട്രോമയിൽ നിന്ന് വിട്ട് വരുന്നതേ ഉള്ളൂ. അത് അമ്മ എന്നല്ല, ഞങ്ങളുടെ ഫാമിലിയിൽ എല്ലാവർക്കും അതേ ഒരു സിറ്റുവേഷനാണ്. കാരണം ഞാൻ മുന്നും പറഞ്ഞിരുന്നു, അവൻ ഞങ്ങൾക്കെല്ലാം അത്ര പ്രിയപ്പെട്ട ഒരാളായിരുന്നു. ഇപ്പം ഞാൻ മെയിനായിട്ട് ഇങ്ങനൊരു വീഡിയോ ആയിട്ട് വരാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനന്ന് പറഞ്ഞിരുന്നു നമ്മളത് ഇങ്ങനെ ഒരു അപകടം മരണമാണ്. അതായത് അവൻ ആന ആക്രമിച്ച ആനയുടെ കുത്തുകൊണ്ടിട്ടാണ് അവൻ മരിച്ചിരിക്കുന്നത്. അപ്പം ആ കുത്തുമൂലം വാരിയെല്ലിനും ഹൃദയത്തിനൊക്കെ ഉണ്ടായ ക്ഷതം മൂലമാണ് അവന് മരണം സംഭവിച്ചിരിക്കുന്നത്. അപ്പം അത് ഞാനന്ന് പറഞ്ഞിരുന്നു, ഫോറസ്റ്റുകാരുടെ അനാസ്ഥ, നമുക്ക് യാതൊരുവിധ സൗകര്യങ്ങളൊന്നുമില്ല. നമ്മുടെ വീട് നിങ്ങൾ മുന്നും ഞാൻ വീഡിയോ ഇട്ട് അതിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കാം. ഇന്ന് മെയ് 6, അതായത് ഈ സംഭവം നടന്നിട്ട് 1 മാസമായി. അതിന് ശേഷം അവൻ്റെ ആ മരണത്തിന് ശേഷം ഡെയിലി ഈ മെയ് 6-ാം തീയതി വരെ ഇപ്പോഴും ആ പ്രദേശത്ത് ആനകളുടെ സ്ഥിര ശല്യമുണ്ട്. ഇതുവരെയും അതിനൊരു നടപടിയൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇപ്രാവശ്യം ഒരു മീറ്റിംഗ് കൂടിയപ്പോൾ അതിനവർ ഉടനെ തന്നെ ഫെൻസിങ് കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാം, അതിൻ്റെ എല്ലാവിധ സൗകര്യങ്ങളും ഉടനെ വൈകാതെ ചെയ്തു തരാമെന്നാണ് നമ്മളോട് പറഞ്ഞത്. അതിൻ്റേതായ യാതൊരുവിധ ഇൻവെസ്റ്റ്മെൻറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുന്നതായിട്ടോ ഒന്നും നമ്മൾ ഇതുവരെയും കണ്ടില്ല. രണ്ടാമത്തെ കാര്യം, എൻ്റെ വീട്, ഞാനിവിടെ നിങ്ങൾക്ക് കുറച്ച് ഫോട്ടോ ഞാനിവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇത് ഇന്നലെ എൻ്റെ വീട്ടിൽ വന്നതാണ്. 7 ആനകളായിരുന്നു ഉണ്ടായിരുന്നത്. ഞങ്ങളുടെ മാവിൻ്റെ അവിടെ ഫുള്ള് നികത്തി പാടം പോലെയാക്കി, പ്ലാവിന്ന് ചക്കിയിട്ട് അവിടെ അതായത് ആന അവിടെ പിണ്ടോ ഇട്ടിട്ടാണ് പോയിരിക്കുന്നത്. അവിടെ ഞങ്ങളുടെ അവിടെ, കാരണം ഈ ഒരു ഇൻസിഡൻറ്റിന് ശേഷം ഒരാഴ്ച ഗ്യാപ്പിൽ ഓരോരുത്തർ അവിടെ നിന്ന് മാറി. ഇപ്പോൾ ഷിജോ ചേട്ടായി, അത് അയൽക്കാരുണ്ടായിരുന്നു, അവർ മാറി. ഒരു വലിയ പപ്പയൊക്കെ അവരും മാറി മണ്ണാർക്കാടിന് പോയി. പിന്നെ കുറച്ച് പേരൊക്കെ അങ്ങനെ എല്ലാവരും മാറി. ഇപ്പം നമ്മുടെ ഒരു വലിയ പപ്പയും ചേട്ടായിയും അവർ ഫാമിലി മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പം മിനിഞ്ഞാന്ന് അമ്മേനെ കാണാൻ ഇങ്ങോട്ട് വന്നതായിരുന്നു. അപ്പം അമ്മ അന്ന് പോകണ്ട, നാളെ പോകാമെന്നൊക്കെ പറഞ്ഞ് പിടിച്ചു നിർത്തി. പിറ്റേ ദിവസം രാവിലെ ഇവിടുന്ന് വണ്ടിയെടുത്ത് അങ്ങോട്ട് പോയതാണ്. എന്തോ ഭാഗ്യത്തിന് അവർ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോയില്ല, തൊട്ടപ്പുറത്ത് കൂടെ വേറൊരു വഴിയുണ്ട്, അതുവഴി അവർ വീട്ടിലോട്ട് പോയി. പക്ഷെ അന്ന് എൻ്റെ വീടിൻ്റെ വഴി, അതായത് ഇന്നലെ മെയ് 5-ാം തീയതി എൻ്റെ വീട്ടിൽ കൂടെ പോയിരുന്നെങ്കിൽ ഉറപ്പായും ഇനി ഒരു അനർത്ഥവും കൂടെ അവിടെ സംഭവിച്ച് എൻ്റെ അനിയന് പറ്റിയ പോലെ നമുക്ക് അടുത്ത 3 പേരോ അല്ലെങ്കിൽ അവരിൽ 3-ആരോ ഒരാളോ ആരെങ്കിലുമൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. കാരണം അവർ വേറെ വഴി പോയി. അപ്പോഴേ അവിടെ പോകുമ്പോഴേ ആനയുടെ കാൽപ്പാടുകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അവരുടെ വീട്ടിലെത്തി. തൊട്ടപ്പുറത്ത് വേറെ വലിയപ്പയുടെ വീടുണ്ട്. അപ്പോൾ അവിടുന്ന് കുറച്ച് സാധനങ്ങൾ എടുക്കാനുണ്ട്. നോക്കാൻ വേണ്ടി അങ്ങോട്ട് പോയപ്പോഴത്തേക്കും ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ 2 ആന നിൽക്കുകയാണ്. വലിയ മമ്മിയാണ് കണ്ടത്. മമ്മി ഇത് കണ്ടതും ആന എന്ന് പറഞ്ഞ് തിരിഞ്ഞോടി. ആന കുറച്ച് ദൂരം മമ്മിയുടെ പിന്നാലെ വന്നു. എന്തോ ദൈവഭാഗ്യം കൊണ്ട് മമ്മിക്ക് ഓടി പെട്ടെന്ന് വീട്ടിൽ കയറാൻ പറ്റിയതുകൊണ്ടും പിന്നെ ആളെ കാണാതായപ്പോൾ അത് വന്നൂല്ല, അവിടെ തന്നെ നിന്നു. പക്ഷെ ഞങ്ങളുടെ വീടിനൊന്നും പറ്റിയിട്ടില്ലെങ്കിലും വീടിൻ്റെ പരിസരം ഫുള്ള് നാശമാക്കി അലമ്പാക്കി ഇട്ടിരിക്കുകയാണ് ആനകൾ. ഞങ്ങൾക്കിനി എന്ത് വിശ്വസിച്ച് അവിടെ പോയി ഇരിക്കും? അല്ലെങ്കിൽ ഒരു ആവശ്യത്തിന് എന്തെങ്കിലും സാധനം എടുക്കാൻ പോലും അങ്ങോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോൾ അവിടെ. ഇപ്പോൾ അവിടെ ആരുമില്ല, എല്ലാവരും അവിടെ താമസം മാറി. വലിയ മമ്മിയൊക്കെ അവർക്ക് വീട് ശരിയാകത്തോണ്ട് ഇപ്പോൾ എൻ്റെ കൂടെയാണ് താമസിക്കുന്നത്.
അപ്പോൾ ഇതിന് യാതൊരുവിധ ഇതും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇന്നലെ നടന്നപ്പം ഫോറസ്റ്റുകാർ വന്നു, 4 പടക്കം പൊട്ടിച്ചു, വീണ്ടും അവർ കാട്ടിലേക്ക് കയറ്റി വിടുക എന്നല്ലാതെ വേറൊരു കാര്യങ്ങളും ഇനി നമ്മുടെ പറമ്പിലോട്ടോ നമ്മുടെ ഇങ്ങോട്ടോ വരാതിരിക്കാനുള്ള യാതൊരുവിധ ഒന്നും അവിടെ കാണുന്നില്ല. എന്താണ് ഇത്ര ഇതായിട്ടും ഇവർക്കൊന്നും ഒരു ഉത്സാഹമോ അല്ലെങ്കിൽ ചെയ്യാനുള്ള ഒന്നും കാണാത്തതെന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് തന്നെ സങ്കടമുണ്ട്. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ ഇരുന്ന് പറയണമല്ലോ എന്ന് ഓർക്കുമ്പോൾ തന്നെ, കാരണം നമുക്ക് വേണ്ടപ്പെട്ട ഒരാളെ പോയത്, നമുക്കറിയാം അതിൻ്റെ വേദന എന്താണെന്ന്. നമ്മൾ ഇതിൻ്റെ പിന്നാലെ ഓടുന്നത്, നടക്കുന്നത്, ഓരോ കാര്യങ്ങളും ചെയ്യണതൊക്കെ ഇനി ഒരാൾക്കും അങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ല എന്നുള്ളൊരു ഞങ്ങൾക്ക് സംഭവിക്കാൻ പാടില്ല ആ ഒരു നിർബന്ധം ഉള്ളതുകൊണ്ടാണ് ഞങ്ങളെല്ലാം ഇതിൻ്റെ പിന്നാലെ ഓടി നടക്കണം പിടിക്കണതൊക്കെ. ഇന്നേ വരെ അതിന് യാതൊരുവിധ വില ആരും തരാത്ത പോലെയാണ് നമുക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത്. എന്ത് ചെയ്യണം ഇനി ഞങ്ങളെന്ന് ഒരു ഐഡിയ ഇല്ല. പിന്നെ ഞാൻ പറഞ്ഞിരുന്നു, അവിടെയുള്ള എല്ലാവരും സാധാ കൂലിപ്പണി ചെയ്യുന്നവരാണ്. അവർക്ക് സ്വന്തം സ്ഥലവും വീടും ഉണ്ടായിട്ടും വേറൊരു സ്ഥലത്ത് പോയി 30,000 രൂപ വാടകയും എങ്ങനെയായാലും ഒരു 6,000-5,000 കുറഞ്ഞ വാടകയ്ക്ക് വീടുകൾ ഇപ്പോൾ എവിടെയും കിട്ടാനില്ല. അത്രയും മാസം വാടക കൊടുക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഞങ്ങളെ പുനരധിവസിപ്പിക്കാനുള്ള കുറേ നമ്മൾ മന്ത്രിനെ അവിടെ ഇവിടെയൊക്കെ കണ്ട് നമ്മൾ കുറേ നിവേദനങ്ങളൊക്കെ കൊടുത്തെങ്കിലും അതിനും യാതൊരുവിധ അനക്കവും കാണുന്നില്ല. എന്നാൽ നമ്മുടെ ആ പ്രദേശത്തെ ആനകളുടെ ശല്യങ്ങളൊക്കെ ഒഴിപ്പിച്ച് ഞങ്ങൾക്കവിടെ താമസയോഗ്യമാക്കി തരണം എന്നുള്ള ആ ഒരു കണ്ടീഷനും ഇതുവരെ റോഡിൻ്റെ ഇതുവരെ വന്നിട്ടില്ല. അവൻ പോയതിന് ശേഷം അവിടെ ഒരു പോസ്റ്റ് ഉണ്ട്, ആ പോസ്റ്റിൽ ഒരു സ്ട്രീറ്റ് ലൈറ്റ് വന്നിട്ടുണ്ടാവും. ഇപ്പോൾ സ്ട്രീറ്റ് ലൈറ്റ് കത്തുണ്ടാവും. അതല്ലാതെ യാതൊരുവിധ ഡെവലപ്മെൻറ്റും പിന്നെ ആ സ്ഥലത്ത് ഉണ്ടായിട്ടില്ല. ഞങ്ങളൊക്കെ എല്ലാവർക്കും പേടി, ഭയം, ഇനി എവിടെ താമസിക്കാനൊരു സ്ഥലമില്ല, വീടില്ലാത്തൊരവസ്ഥയാണ് എല്ലാവർക്കും. എന്ത് ചെയ്യണമെന്നറിയില്ല. എന്താണ് ഇതിനൊരു പ്രതിവിധി എന്ന് ഞങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. ഞങ്ങൾ പറയാത്ത ആൾക്കാരില്ല, കൊടുക്കാത്ത നിവേദനങ്ങളില്ല. ഇനി എന്തൊക്കെ ചെയ്യണം ഞങ്ങൾക്ക് യാതൊരു ഇതല്ല. ഞാൻ വീണ്ടും ഈ വീഡിയോ ചെയ്യുന്നത് ഇത് എത്തണം, എവിടെയെങ്കിലൊക്കെ എത്തണം, എങ്ങനെയെങ്കിലൊക്കെ എത്തണം. കാരണം ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ ജീവിക്കുന്ന ഒരുപാട് പേര് ഉണ്ടാവും. അവർക്കും ചിലപ്പം പറയാനുള്ള പേടി കൊണ്ടോ അല്ലെങ്കിൽ പറയാനുള്ളൊരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ടോ മിണ്ടാതിരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. പക്ഷേ നമുക്കിതൊക്കെ മനസ്സിലാവുന്നത് നമ്മളിൽ ഒരാൾക്ക് അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമ്പോഴാണ് നമുക്കിതിൻ്റെ ആവശ്യകത നമുക്ക് മനസ്സിലാവുന്നത്. അപ്പം ഇതിനെന്തെങ്കിലും നടപടി ഞങ്ങൾക്ക് ഉണ്ടാവണം. ഞങ്ങളെല്ലാവരും ഇപ്പോൾ അതിൻ്റെ ഓട്ടത്തിലാണ്. എന്ത് പറയണം, ഇനി അങ്ങോട്ട് എന്ത് ചെയ്യണം എന്ന് ഞങ്ങൾക്കറിയില്ല. പക്ഷെ ഞങ്ങളുടെ മാക്സിമം നമ്മൾ ശ്രമിക്കും. എത്രയും പെട്ടെന്ന് എല്ലാവർക്കും അവരെല്ലാം മാറി താമസിക്കാനുള്ള ഒരു ഇത് ഞങ്ങൾക്ക് ഉണ്ടാക്കണം. അല്ലെങ്കിൽ ഞങ്ങളുടെ വീടും സ്ഥലവും ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ആനകളൊന്നും ഇല്ലാത്ത പോലെ ഞങ്ങൾക്ക് താമസിക്കാൻ പറ്റുന്ന പോലെ ആക്കാനുള്ള എല്ലാവിധ അനുമതികളും അവർ ചെയ്യണം. എല്ലാ കാര്യങ്ങളും ചെയ്യണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയുന്നത്. ഇനിയൊരു ജീവനും കൂടെ ഞങ്ങൾക്ക് കൊടുക്കാൻ വയ്യ ഇതിൻ്റെ പേരിൽ. ഇന്നലെ ഒരു നിമിഷം, ഒരു സെക്കൻഡ് ഞങ്ങളുടെ വീട്ടിൻ്റെ അതിൽ കൂടെ പോകാൻ അവർക്ക് തോന്നിയിരുന്നെങ്കിൽ ഇനിയും 3-4 ദിവസം കഴിഞ്ഞ് കരഞ്ഞുകൊണ്ട് ഞങ്ങൾ ആരെങ്കിലും പോയി എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്യേണ്ട അവസ്ഥ വന്നിട്ടുണ്ടാവും. അത്രയും പരിതാപകരമാണ് ഞങ്ങളുടെ അവസ്ഥ. ഇത് വീഡിയോ ഇട്ട് എവിടെയെങ്കിലും എത്തണമെങ്കിൽ എത്തട്ടെ, ആരെങ്കിലും എന്തെങ്കിലും ഇതിനു വേണ്ടി സംസാരിക്കണമെങ്കിൽ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത്. എനിക്ക് കൂടുതൽ എന്ത് പറയണം, എങ്ങനെ പറയണമെന്നൊന്നും അറിയില്ല. എല്ലാവരും ഇപ്പോൾ ആ ഒരു ഇൻസിഡൻറ്റിൽ നിന്ന് റിക്കവറായി വരുന്നുള്ളൂ. എല്ലാവർക്കും പാന എന്ന് പറയുമ്പോൾ പേടിയാണ്. ആ സ്ഥലം നമുക്കൊരു ഉള്ളിലൊരു ഭയമായി. അതിലും മേലെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ പോകുന്നതിൻ്റെ എല്ലാ ഒരു വേദനയും ഞങ്ങൾ അനുഭവിക്കുന്ന ഒരു മെൻ്റൽ ട്രോമ എന്ന് പറയുന്നത് അത് വളരെ വലിയൊരിതാണ്. അത് ഞങ്ങൾക്ക് എങ്ങനെ പറഞ്ഞ് ഫലിപ്പിക്കണം എന്നൊന്നും അറിയില്ല. പക്ഷെ ഞങ്ങൾ എന്നിട്ടും ഈ നിൽക്കണത് ഓടണതൊക്കെ ഞങ്ങൾക്കിനിയും ജീവിക്കണം. ഞങ്ങൾക്കിത് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇതില്ല പറഞ്ഞ് ഞങ്ങൾക്ക് തൂങ്ങി ചാവാനൊന്നും പറ്റില്ല. ഇനി ഒരുപാട് കാര്യങ്ങൾ, ജോലിക്ക് പോണവർ, സ്കൂളിൽ പോണ പിള്ളേർ, എത്ര ആൾക്കാരാണ് അവിടെ ഉള്ളത്. ഇനി എന്ത് ചെയ്യണം എന്നറിയാത്തൊരവസ്ഥയാണ്. ഇതിന് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്കൊരു ഇത് വേണം. അപ്പോൾ ഇത് എനിക്ക് നിങ്ങളിലേക്ക് എത്തിക്കാൻ തോന്നി. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊരു വീഡിയോ ചെയ്തത്. അപ്പോൾ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. ഇതൊക്കെയാണ് പറയാനുള്ളത്.